നമ്മളിൽ എത്ര പേർക്ക് യാതൊരു അസുഖങ്ങളുമില്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടെ ഒരു ദിവസമെങ്കിലും കടന്നുപോകുന്നുണ്ട്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന ക്ഷീണം, ഇടവിട്ടുണ്ടാകുന്ന തലവേദന, ദഹനപ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എപ്പോഴും അലട്ടുന്ന മാനസിക സമ്മർദ്ദം, ഇതൊന്നുമില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഇന്നത്തെ തിരക്കുപിടിച്ച ജീവിതത്തിൽ ആശുപത്രികളോ മരുന്നുകളോ ഇല്ലാതെ ജീവിക്കുക എന്നത് ഒരു സ്വപ്നമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് യാതൊരുവിധ ആധുനിക വൈദ്യശാസ്ത്ര സൗകര്യങ്ങളുമില്ലാത്ത കാലത്ത് പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ചില ലളിതമായ വഴികൾ ഗൗതമബുദ്ധൻ ലോകത്തിന് കാണിച്ചു കൊടുത്തിരുന്നു. ആ വഴികൾ കേവലം ആത്മീയതയ്ക്ക് മാത്രമല്ല, ശാസ്ത്രീയമായി പോലും ഒരു മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഏറ്റവും അനുയോജ്യമായവയാണെന്ന് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം പോലും സമ്മതിക്കുന്നു. നമ്മുടെ ശരീരവും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം നാം മറന്നുപോയതാണ് ഇന്നത്തെ ഒട്ടുമിക്ക അസുഖങ്ങൾക്കും കാരണം. എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം, എങ്ങനെ ചിന്തിക്കണം എന്നതിനൊക്കെ പ്രകൃതിദത്തമായ ഒരു താളമുണ്ട്. ആ താളം തെറ്റുമ്പോഴാണ് ശരീരം രോഗങ്ങളുടെ കൂടാരമായി മാറുന്നത്. ബുദ്ധൻ തന്റെ ശിഷ്യന്മാർക്കും അനുയായികൾക്കും നൽകിയ ഉപദേശങ്ങൾ ഈ താളം വീണ്ടെടുക്കാനുള്ളതായിരുന്നു. വളരെ ലളിതമായ, എന്നാൽ നമ്മൾ നിത്യജീവിതത്തിൽ അവഗണിക്കുന്ന ചില കാര്യങ്ങൾ. ഈ തിരക്കുപിടിച്ച ലോകത്ത് എങ്ങനെ ഒരു രോഗവുമില്ലാതെ ജീവിക്കാം എന്നതിനുള്ള ബുദ്ധന്റെ 5 പ്രധാന ഉപദേശങ്ങളാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഒന്നാമത്തെ കാര്യം, മിതഭക്ഷണം അഥവാ അളവറിഞ്ഞ് കഴിക്കുക. രോഗങ്ങളില്ലാതെ ജീവിക്കാൻ ബുദ്ധൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് മിതഭക്ഷണമാണ്. ഇന്നത്തെ കാലത്ത് നാം ഭക്ഷണം കഴിക്കുന്നത് വിശപ്പ് മാറ്റാൻ വേണ്ടിയല്ല, മറിച്ച് രുചി അറിയാനും മനസ്സിന്റെ സന്തോഷത്തിനും വേണ്ടിയാണ്. വയറ് നിറഞ്ഞാലും നാം വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ബുദ്ധൻ പഠിപ്പിച്ചത് മറ്റൊന്നാണ്. നമ്മൾ എപ്പോഴും വയറിന്റെ ഒരു ഭാഗം ഒഴിച്ചിടണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത്, ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് പൂർണ്ണമായും നിറയ്ക്കാൻ പാടില്ല. നിങ്ങളുടെ ആമാശയത്തെ 3ആയി തിരിക്കുകയാണെങ്കിൽ അതിൽ ഒരു ഭാഗം മാത്രമേ ആഹാരം കൊണ്ട് നിറയ്ക്കാവൂ. രണ്ടാമത്തെ ഭാഗം വെള്ളത്തിനും 3ാമത്തെ ഭാഗം വായുവിനും വേണ്ടി ഒഴിച്ചിടണം. ഇങ്ങനെ ചെയ്താൽ ആമാശയത്തിന് ഭക്ഷണത്തെ ദഹിപ്പിക്കാനുള്ള പ്രക്രിയ വളരെ എളുപ്പമാകും. നമ്മൾ വാരിവലിച്ച് കഴിക്കുമ്പോൾ ആഹാരം ദഹിപ്പിക്കാൻ ശരീരത്തിന് അമിതമായ ഊർജം വേണ്ടിവരുന്നു. ഇതാണ് ഭക്ഷണം കഴിഞ്ഞയുടനെ നമുക്ക് കടുത്ത ക്ഷീണവും ഉറക്കവും അനുഭവപ്പെടാൻ കാരണം. കൂടാതെ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധ മുഴുവൻ ആ ഭക്ഷണത്തിൽ മാത്രമായിരിക്കണം. ടിവി കണ്ടുകൊണ്ടോ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടോ സംസാരിച്ചുകൊണ്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ നാം എത്രത്തോളം കഴിക്കുന്നു എന്ന് നാം അറിയുന്നില്ല. കഴിക്കുന്ന ഓരോ ഉരുളയും നന്നായി ചവച്ചരച്ച് അതിന്റെ രുചി അറിഞ്ഞ് നന്ദിയോടെ വേണം കഴിക്കാൻ. ഈ രീതിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ കുറഞ്ഞ അളവിലുള്ള ഭക്ഷണം കൊണ്ടുതന്നെ ശരീരത്തിന് ആവശ്യമായ ഊർജവും പോഷണവും ലഭിക്കും. അമിതഭാരം, കൊളസ്ട്രോൾ, ദഹനപ്രശ്നങ്ങൾ തുടങ്ങിയ ഒരുവിധം അസുഖങ്ങളെയെല്ലാം ഈ ഒരു ശീലം കൊണ്ട് മാത്രം നമുക്ക് അകറ്റി നിർത്താം. രണ്ടാമത്തെ കാര്യം, സമയക്രമം പാലിച്ചുള്ള ഭക്ഷണം. എന്ത് കഴിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് എപ്പോൾ കഴിക്കുന്നു എന്നത്. ബുദ്ധമത സന്യാസിമാർക്ക് കർശനമായ ഒരു നിയമമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അവർ യാതൊരുവിധ ഖരഭക്ഷണവും കഴിക്കാറില്ല. സൂര്യോദയത്തിനും ഉച്ചയ്ക്കുമിടയിലാണ് അവർ തങ്ങളുടെ പ്രധാന ഭക്ഷണം കഴിക്കുന്നത്. ഇതിന് പിന്നിൽ വലിയൊരു ശാസ്ത്രമുണ്ട്. രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്ന ശീലം ഇന്നത്തെ കാലത്ത് വളരെ സാധാരണമാണ്. എന്നാൽ രാത്രിയിൽ നമ്മുടെ ശരീരത്തിന്റെ ദഹനപ്രക്രിയ വളരെ സാവധാനത്തിലാണ് നടക്കുന്നത്. വിശ്രമിക്കാൻ തയ്യാറെടുക്കുന്ന ശരീരത്തിലേക്ക് വീണ്ടും വലിയ അളവിൽ ഭക്ഷണം ചെല്ലുമ്പോൾ അത് ശരീരത്തിന്റെ സ്വാഭാവിക താളത്തെ തെറ്റിക്കുന്നു. രാത്രി വൈകി കഴിക്കുന്ന ആഹാരം ശരിയായി ദഹിക്കാതെ കൊഴുപ്പായി ശരീരത്തിൽ അടിയാൻ കാരണമാകുന്നു. ഇത് പ്രമേഹത്തിനും ഹൃദ്രോഗങ്ങൾക്കും വഴിതെളിക്കുന്നു. പകൽ സമയത്ത് മാത്രം ഭക്ഷണം കഴിക്കുകയും രാത്രി സമയത്ത് ശരീരത്തിന് പൂർണ്ണമായ വിശ്രമം നൽകുകയും ചെയ്യുക എന്നതാണ് ബുദ്ധന്റെ രീതി. ഇന്നത്തെ കാലത്ത് പലരും വലിയ കാര്യമായി പറയുന്ന സമയം ക്രമീകരിച്ചുള്ള ഉപവാസമെന്ന രീതി നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ബുദ്ധൻ നടപ്പിലാക്കിയിരുന്നു. രാത്രി വൈകി ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ശരീരത്തിന് ദഹനത്തിന് വേണ്ടിവരുന്ന ഊർജം ലാഭിക്കാൻ കഴിയുന്നു. ഈ ഊർജം ഉപയോഗിച്ച് ശരീരം തന്നെത്താനെ കേടുപാടുകൾ തീർക്കുകയും ഉള്ളിലെ വിഷാംശങ്ങളെ പുറന്തള്ളുകയും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ രാത്രി ഭക്ഷണം പരമാവധി നേരത്തെ കഴിക്കാനും ലഘുവായ ആഹാരം മാത്രം കഴിക്കാനും ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, മാനസിക ശാന്തിയും ധ്യാനവും. ശരീരത്തിന് അസുഖം വരുന്നത് ശരീരത്തിന്റെ മാത്രം കുഴപ്പം കൊണ്ടല്ല, മനസ്സിന് ശാന്തിയില്ലാത്തതുകൊണ്ടുകൂടിയാണ്. മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, ദേഷ്യം, ദുഃഖം തുടങ്ങിയ വികാരങ്ങൾ നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥയെ തെറ്റിക്കുകയും അത് പലവിധ അസുഖങ്ങളായി പുറത്തുവരികയും ചെയ്യുന്നു. സകല രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം മനസ്സിലാണെന്ന് ബുദ്ധൻ വിശ്വസിച്ചിരുന്നു. ഇന്നത്തെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും എന്തിനെക്കുറിച്ചെങ്കിലുമൊക്കെ വലിയ ഉത്കണ്ഠയാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോർത്ത് ദുഃഖിക്കുക, അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോർത്ത് പേടിക്കുക.
ഇതിനിടയിൽ നമ്മൾ ജീവിക്കാൻ മറന്നുപോകുന്നു. ഈ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേയൊരു വഴി ധ്യാനമാണ്. ദിവസവും കുറച്ചുനേരം നിശബ്ദമായിരുന്ന് സ്വന്തം ശ്വാസഗതിയെ മാത്രം ശ്രദ്ധിക്കുക. ചിന്തകൾ വരികയും പോവുകയും ചെയ്യട്ടെ, അതിനെ തടയാൻ ശ്രമിക്കാതെ ഒരു കാഴ്ചക്കാരനെപ്പോലെ നോക്കി നിൽക്കുക. ധ്യാനം ശീലമാക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. മനസ്സിലെ അനാവശ്യ ചിന്തകൾ അകലുമ്പോൾ തലച്ചോറിലേക്കും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കുമുള്ള രക്തയോട്ടം സുഗമമാകുന്നു. രക്തസമ്മർദ്ദം കുറയുന്നു. ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകുന്നു. അമിതമായ ടെൻഷൻ കാരണമുണ്ടാകുന്ന പകുതിയിലേറെ അസുഖങ്ങളും ദിവസവുമുള്ള ധ്യാനത്തിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും. മനസ്സ് സ്വസ്ഥമായിരിക്കുമ്പോൾ ശരീരവും പൂർണ്ണ ആരോഗ്യത്തോടെയിരിക്കും. ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നാലാമത്തെ കാര്യം, നിരന്തരമായ ശാരീരിക ചലനവും നടത്തവും. ആരോഗ്യകരമായ ജീവിതത്തിന് ശരീരം എപ്പോഴും സജീവമായിരിക്കണം. ബുദ്ധനും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും എപ്പോഴും കാൽനടയായാണ് യാത്ര ചെയ്തിരുന്നത്. ദിവസവും മൈലുകളോളം അവർ നടക്കുമായിരുന്നു. ഈ നിരന്തരമായ ശാരീരിക ചലനം അവരുടെ ആരോഗ്യത്തിന്റെ പ്രധാന രഹസ്യങ്ങളിൽ ഒന്നായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതം ഒരു കസേരയിലോ സോഫയിലോ ഒതുങ്ങിപ്പോയിരിക്കുന്നു. മണിക്കൂറുകളോളം അനങ്ങാതെ ഒരേ ഇരിപ്പിരിക്കുന്നത് നമ്മുടെ പേശികളെ ദുർബലമാക്കുകയും രക്തചംക്രമണം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. വ്യായാമമില്ലായ്മയാണ് ഇന്നത്തെ പല ജീവിതശൈലീ രോഗങ്ങൾക്കും പ്രധാന കാരണം. കഠിനമായ വ്യായാമങ്ങൾ ചെയ്യാനല്ല ബുദ്ധൻ പറഞ്ഞത്, മറിച്ച് ശരീരത്തിന് പ്രകൃതിദത്തമായ രീതിയിലുള്ള ചലനം ആവശ്യമാണ് എന്നാണ്. അതിന് ഏറ്റവും മികച്ച മാർഗം നടത്തമാണ്. പ്രകൃതിയിലൂടെ ശുദ്ധവായു ശ്വസിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ട് പ്രഭാതത്തിലോ വൈകുന്നേരമോ ഉള്ള നടത്തം ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉന്മേഷം നൽകും. നടക്കുമ്പോൾ ഓരോ ചുവടിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അത് ശാരീരികമായ ഒരു വ്യായാമം മാത്രമല്ല, മാനസികമായ ഒരു ധ്യാനം കൂടിയായി മാറും. കൃത്യമായി ശരീരമനങ്ങുന്ന ഒരാൾക്ക് ദഹനപ്രശ്നങ്ങളോ സന്ധിവേദനകളോ പെട്ടെന്നൊന്നും വരികയില്ല. ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും ആവശ്യത്തിന് ഓക്സിജൻ എത്തുമ്പോൾ സ്വാഭാവികമായും രോഗങ്ങൾ നമ്മെ വിട്ടകലും. അഞ്ചാമത്തെ കാര്യം, കൃത്യമായ വിശ്രമവും നല്ല ഉറക്കവും. എത്രയൊക്കെ ആരോഗ്യകരമായ ഭക്ഷണം കഴിച്ചാലും വ്യായാമം ചെയ്താലും ശരീരത്തിനാവശ്യമായ വിശ്രമം ലഭിച്ചില്ലെങ്കിൽ അത് വലിയ തകർച്ചയിലേക്ക് നയിക്കും. പ്രകൃതിക്ക് പകലുകളും രാത്രികളുമുള്ളതുപോലെ ശരീരത്തിനും അധ്വാനിക്കാനും വിശ്രമിക്കാനും അതിന്റേതായ സമയമുണ്ട്. ബുദ്ധന്റെ അനുയായികൾ രാത്രി നേരത്തെ ഉറങ്ങുകയും പുലർച്ചെ അതിവിരാവിലെ ഉണരുകയും ചെയ്യുന്ന ശീലമുള്ളവരായിരുന്നു. ഉറക്കമെന്നത് വെറുമൊരു മയക്കമല്ല. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശരീരം അതിന്റെ കേടുപാടുകൾ തീർക്കുന്നതും പുതിയ കോശങ്ങളെ സൃഷ്ടിക്കുന്നതും. ഒരു ദിവസം മുഴുവൻ പ്രവർത്തിച്ച തലച്ചോറിന് വിശ്രമം ലഭിക്കുന്നതും പഴയ ഓർമ്മകളെ ക്രമീകരിക്കുന്നതും ഉറക്കത്തിലാണ്. എന്നാൽ ഇന്ന് നമ്മൾ രാത്രി വൈകുവോളം മൊബൈൽ ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും നീല വെളിച്ചത്തിന് മുന്നിലിരുന്ന് ഉറക്കം കെടുത്തുന്നു. ഈ വെളിച്ചം തലച്ചോറിനെ ആശയക്കുഴപ്പത്തിലാക്കുകയും സ്വാഭാവികമായ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഉറക്കമില്ലായ്മ ശരീരത്തിന്റെ താളം പൂർണ്ണമായും തെറ്റിക്കും. ഇത് പ്രതിരോധശേഷി കുറയ്ക്കാനും പെട്ടെന്ന് രോഗങ്ങൾ വരാനും കാരണമാകും. അതിനാൽ ദിവസവും കുറഞ്ഞത് 7-8 മണിക്കൂർ തടസ്സമില്ലാത്ത ഉറക്കം ശരീരത്തിന് ആവശ്യമാണ്. ഉറങ്ങുന്നതിന് കുറഞ്ഞത് 1 മണിക്കൂർ മുൻപെങ്കിലും ഡിജിറ്റൽ സ്ക്രീനുകളിൽ നിന്ന് മാറി നിൽക്കുക. മനസ്സിലെ ചിന്തകളെല്ലാം മാറ്റിവെച്ച് ശാന്തമായി ഉറങ്ങാൻ ശ്രമിക്കുക. നല്ല ഉറക്കം ശരീരത്തിന് ലഭിക്കുന്ന ഏറ്റവും മികച്ച മരുന്നാണ്. മിതമായി ഭക്ഷണം കഴിക്കുക. രാത്രി വൈകിയുള്ള ആഹാരം ഒഴിവാക്കുക. ദിവസവും ധ്യാനിക്കുക. ശരീരം അനങ്ങി ജീവിക്കുക. ആവശ്യത്തിന് ഉറങ്ങുക. കേൾക്കാൻ വളരെ എളുപ്പമുള്ള ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ കഴിഞ്ഞാൽ ആശുപത്രികളെ ആശ്രയിക്കാതെ തന്നെ പൂർണ്ണ ആരോഗ്യത്തോടെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. ഈ വീഡിയോയിൽ പറഞ്ഞ ബുദ്ധന്റെ 5 ആരോഗ്യ രഹസ്യങ്ങളിൽ ഏതാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കുന്നത്? കമന്റായി അറിയിക്കാമോ?